2026 ജൂൺ മാസമാകുമ്പോൾ ആസാമിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലുമായി 4 നിയമസഭകളിൽ നടക്കുന്ന വൻ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ്. ലോക്സഭയിലെ ഇത്തവണത്തെ പ്രകടനമനുസരിച്ച് തന്നെ ആയിരിക്കും ഓരോ മുന്നണികൾക്കും 2026 ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. ഇതിൽ കേരളത്തിലെ കാര്യമാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് 140 സീറ്റുകളിൽ അടുത്ത തവണ UDFന് വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ സാധ്യതയെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് കേരളത്തിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുമായിരിക്കില്ല ഇത്തവണ. വോട്ട് ഷെയറിൽ ഗണ്യമായ കുത്തനെയുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഇടതുമുന്നണിക്ക് തിരികെ വരാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാകും. പിണറായി വിജയൻ ഇത്തവണ പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദൈവം പോലും 6 ദിവസം ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് ശേഷം പരമാവധി വിശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് പോയത് എന്നാണ് AK ബാലൻ്റെ കണ്ടുപിടുത്തം. ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന രീതിയിലേക്കെങ്കിലും ദൈവത്തിനെ കുറിച്ച് ഓർത്തല്ലോ എന്നാണ് AK ബാലനോട് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും അതുപോലെ തന്നെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അഥവാ ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം ഒക്കെ വായിച്ച് പഠിക്കുന്നവർക്ക് ഇതും ഇതിനപ്പുറവും തോന്നുമായിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, പിണറായി വിജയനെ കാരണഭൂതനായും അദ്ദേഹത്തിനെ ഇരട്ടച്ചങ്കനെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന CPMകാർ മനസ്സിലാക്കേണ്ടത് കാലിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ പല നേതാക്കളുടെയും സ്വഭാവദൂഷ്യം കാരണം നിങ്ങളുടെ പാർട്ടിക്കുണ്ടാകുന്ന തകർച്ച ബംഗാളിനേക്കാൾ പരിതാപകരമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ എന്നാണ് കോൺഗ്രസ് കൃത്യമായി പറയുന്നത്. BJP നേതൃത്വം കൃത്യമായി ശുഭാപ്തി വിശ്വാസത്തിലാണ്. ക്രിയാത്മക പ്രതിപക്ഷമായി BJP ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. കേരളം പോലൊരു സംസ്ഥാനത്ത് BJPക്ക് വളരാൻ ഒരു രീതിയിലുള്ള അവസരവുമില്ലായിരുന്നു. എന്നാൽ പിണറായി വിജയൻ പല കാരണങ്ങളാൽ BJPയുടെ സഹായം നേടിയെടുക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ലാവ്ലിൻ കേസ് മാത്രമല്ല പല രീതിയിലുള്ള അന്വേഷണങ്ങളെയും നിർത്തിവെക്കാൻ വേണ്ടി BJPയുമായി ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കോൺഗ്രസിൻ്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. EP ജയരാജൻ അതിനുവേണ്ടിയുള്ള തീവ്രമായ കളികളാണ് നടത്തിയത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നില്ലേ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. ഒരു കാര്യം ഏതായാലും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ഒരിക്കലും വെറുതെയല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് നല്ലപോലെ മനസ്സിലാകുകയും ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യുകയും ചെയ്യും.